ചോദിക്കാം. ശബരിമലയുടെ വിഷയത്തിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ CPM-ഉം സംസ്ഥാന സർക്കാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നവോത്ഥാന സമിതി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു ഉപകാരപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ ഇപ്പോൾ വ്യത്യസ്തമായ നിലപാടെടുക്കുമ്പോൾ അത് മറുപടി പറഞ്ഞേ മുന്നോട്ട് പോകാനാകൂ, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ ഉള്ള ഹിന്ദു വിഭാഗങ്ങളെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അങ്ങേ തലക്ക് മുതൽ ഇങ്ങേ തലക്കൽ വരെ രഥയാത്ര നടത്തിയിട്ടുള്ള ആളാണ്. ആ സാഹചര്യത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ BDJS എന്ന പാർട്ടിയുമായി മകനെ പറഞ്ഞേക്കുക, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാര്യ BJPക്ക് വേണ്ടി ഒരു ഫുഡ് സോൾജിയർ ആയത് താൻ അറിഞ്ഞില്ല എന്ന് പറയുക, വെള്ളാപ്പള്ളി നടേശൻ വ്യത്യസ്തമായ രാഷ്ട്രീയം കൈകാളുന്നു എന്ന് പറയുക മാത്രം ചെയ്യുക എന്നൊന്നും പറയുന്നത്. ശോഭയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചു വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രന് വേണ്ടി പറഞ്ഞു, പരസ്യമായി തന്നെ ആയിക്കോട്ടെ. വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യണമെന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതാണ്, ശോഭാ സുരേന്ദ്രൻ പിന്തുണയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആ നിലയിലുള്ള നിലപാടെടുക്കുമ്പോൾ അത് പറഞ്ഞു തന്നെ പോകണം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാന സമിതിയുടെ കാലഘട്ടത്തിൽ CPM-ന് സഹായകരമായ, സംസ്ഥാന സർക്കാരിന് സഹായകരമായ ഒരാളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചൊരു ആലോചനയായിരിക്കും പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ സർക്കാരിലോ നടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കിവിടെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം വോട്ടുകൾ സാധാരണഗതിയിൽ ചിതറിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിൽ AMIM-നെ ഒക്കെ ഇറക്കുന്നത് അല്ലെങ്കിൽ BSP ഒക്കെ ഇറക്കിയിട്ടുള്ളത് എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ചിതറിക്കുന്നതിന് വേണ്ടിയാണ്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എവിടെയും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ചിതറിപ്പോയിട്ടില്ല. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എന്ന് വെച്ചാൽ ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? മതേതര വോട്ടുകൾ യോജിക്കുക എന്ന ആ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ മതേതര വോട്ടുകൾ യോജിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UP-യിലൊക്കെ നോക്കൂ, 40 സീറ്റാണ് പരമാവധി കിട്ടുക, 30 പറഞ്ഞാൽ മതി എന്നായിരുന്നു ഇന്ത്യ ബ്ലോക്കിൻ്റെ ആ ഘട്ടത്തിലെ നറേറ്റീവ്. ഉത്തർപ്രദേശിൽ 43 ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ കൃത്യമായ രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ ഇന്റലിജന്റായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഈ കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. 2 മതേതര പാർട്ടികൾ, 2 മതേതര മുന്നണികൾ ഉണ്ടാകുമ്പോൾ ദേശീയ തലത്തിൽ പോയാൽ ആരാണ് നല്ലത് എന്ന് കണ്ടെത്തി അവർക്ക് കൺസോൾട്ടേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തും പൊന്നാനിയിലും ആ നിലയിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കാണേണ്ടതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പ്രശ്നം നോക്കൂ, ഭരണ രംഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ശരിയാണ്. പ്രയോറിറ്റീസ് അത് ആദ്യഘട്ടത്തിൽ തന്നെ MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ്. പ്രയോറിറ്റീസിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഇവിടെ പിണറായി വിജയൻ്റെ ഇന്നലത്തെ കോഴിക്കോട് പ്രസംഗത്തിൽ വളരെ പ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. DA കൊടുത്തു തീർക്കുക, ക്ഷേമ പെൻഷൻ പൂർത്തിയാക്കുക. നോക്കൂ, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ശമ്പളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നേ. എന്തിനാണ് നമ്മൾ മടിക്കേണ്ട കാര്യം? ആ നിലയിൽ നമുക്ക് ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളം നമ്മുടെ അവകാശമാണെന്നതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷനും ജനങ്ങളുടെ അവകാശമായി മാറിയിരിക്കുന്നു. DA അടക്കമുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ എന്താണോ അത് കണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള. പിന്നെ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? ഈ പിണറായി വിജയനെ വിമർശിക്കാൻ ഭയമാകുന്നു എന്നുള്ളതാണ് CPM-നെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി എല്ലാ കാലഘട്ടത്തിലും വരുന്നത്. നോക്കൂ, ഇപ്പം ജില്ലാ കമ്മിറ്റികൾ തോറും പിണറായി വിജയൻ വിമർശനം വരികയല്ലേ. 5 ദിവസത്തെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയിൽ പിണറായി വിജയൻ വിമർശനം ഉണ്ടായിരുന്നില്ലേ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണെന്ന് ഈ പാർട്ടി. നോക്കൂ, ഇനിയിപ്പോൾ ഒക്ടോബറിൽ പാർട്ടി കോൺഗ്രസ് വരാൻ പോവുകയാണ്. ബ്രാഞ്ച് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഉൾപാർട്ടി വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടാകും. ഒരു കാര്യം പോലും ഈ പറയുന്ന ഇഴക്കീറി പരിശോധിക്കുന്നതിന് ഒരു ഘട്ടത്തിലും വിസമ്മതിക്കുകയോ ആ വിമർശനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തിട്ടുള്ള പാർട്ടിയല്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന എന്ന് പറയുന്നത്. പിന്നെ മുണ്ടുടുക്കുന്ന മോദി എന്ന് പറയുന്നത് എന്ത് മുണ്ടുടുക്കുന്ന? കേരളത്തിൽ മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ആരുടെയാണ്? ഇപ്പോൾ പറയും CPI-യുടെ ആണെന്ന് പറയും. തെറ്റാണെന്നേ, അങ്ങനെയൊന്നും അല്ല. നോക്കൂ, ഇതൊക്കെ ഈ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ ശത്രുവായി കാണുന്ന ചില സമൂഹമുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ സംഭാവനയാണ് ഈ സ്വന്തം കൊടി മുണ്ടിൻ്റെ മടക്കുത്തിൽ വെച്ചിട്ടുള്ള അസ്തിത്വം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണോ ഈ പിണറായി വിജയനെ മുണ്ടെടുക്കുന്ന മോദി എന്ന് പറയുന്നത്? നാരങ്ങാവെള്ളം കൊടുത്ത പാർട്ടിയാണോ പിണറായി വിജയനെ മുണ്ടെടുക്കുന്ന മോദി പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ വരുന്ന ഘട്ടത്തിൽ ഫ്ലൈറ്റ് മിസ്സായി പോയ നേതാക്കളാണോ പിണറായി വിജയനെ
മുണ്ടെടുക്കുന്ന മോദി എന്ന് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ മുസ്ലിം ലീഗിനെ ഓർമ്മിപ്പിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്നവരാണ്, മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. ഈ തീവ്രവാദികൾക്ക് കീഴ്പ്പെട്ടാൽ ന്യൂനപക്ഷ മതവിഭാഗം എന്ന് പറയുന്നത് അതിലെ മഹാഭൂരിപക്ഷവും വളരെ മൃദു സമീപനം സ്വീകരിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവരാണ്. ലീഗിലെ ഈ മഹാഭൂരിപക്ഷം കൈയൊഴിയുന്ന തീവ്രവാദ രാഷ്ട്രീയത്തിനൊപ്പം അവർ ചേർന്നാൽ അവർക്കായിരിക്കും അത് തിരിച്ചടി ഉണ്ടാവുക. Meet the editors.